വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഹലോ ഗൈസ്, നമ്മളിവിടെ എത്തിയിരിക്കുന്ന മട്ടാഞ്ചേരിയിലാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വേറെ എവിടെയുമല്ല, നമ്മുടെ സ്വന്തം മട്ടാഞ്ചേരി ആൻഡ് ഫോർട്ട് കൊച്ചിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കൂടെ നമ്മുടെ ബെസ്റ്റ് ചങ്കുകളുമാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരുമായിട്ട് നമ്മൾ മട്ടാഞ്ചേരിയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും ഒരുപാട് കാര്യങ്ങളും ചെയ്തു തീർക്കാനും ഉണ്ട്. നമുക്ക് മട്ടാഞ്ചേരിയിൽ പതിവിലും നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ഡേ. അതായത് ഹോളിഡേയും കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു അന്ന്. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്ട്രീറ്റിലൊക്കെ ഒരുപാട് പുതിയ പുതിയ ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഐറ്റംസ് ആണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നല്ല ബിസിനസ്സും അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ അപ്പം ഞങ്ങളും അതൊക്കെ കണ്ടും ആസ്വദിച്ചും നല്ലതാണെങ്കിൽ വാങ്ങിച്ചും ചെയ്ത് അങ്ങനെ നമ്മൾ ജൂസ് സ്ട്രീറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മട്ടാഞ്ചേരിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് ഞാനൊന്ന് മട്ടാഞ്ചേരിയെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. മട്ടാഞ്ചേരി എവിടെയാണ്, എന്താണ് അതിൻ്റെ സംഭവം ഞാനൊന്ന് പറഞ്ഞുതരാം. കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള കൊച്ചി കോർപ്പറേഷൻ വടക്ക് ഭാഗത്താണ് മട്ടാഞ്ചേരി സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി നഗര മധ്യത്തിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് മട്ടാഞ്ചേരി. കൊച്ചി നഗരത്തിൽ നിന്നും മട്ടാഞ്ചേരിയിലേക്ക് എപ്പോഴും ബസ്സും ബോട്ടും ലഭിക്കും. ബോട്ടുകൾ എറണാകുളത്തെ സുഭാഷ് പാർക്കിനടുത്തുള്ള പ്രധാന ബോട്ട് ജെട്ടിയിൽ നിന്നും പുറപ്പെടുന്നു. ഇത് ബാംഗ്ലൂർ അമ്മായി, ഇത് കൊച്ചി. മട്ടാഞ്ചേരിയിലെ 2 അട്രാക്റ്റീവ് പ്ലേസുകളാണ്. ഒന്ന് മട്ടാഞ്ചേരി കൊട്ടാരം, രണ്ടാമത് സിനഗോഗ്. ഈ മട്ടാഞ്ചേരി കൊട്ടാരമില്ലേ, അതിന് ഡച്ച് പാലസ് എന്നാണ് പേര്. ഡച്ച് പാലസ് എന്ന് പേര് വരാൻ കാരണം അതിനൊരു കഥയുണ്ട്. അത് ആർക്കെങ്കിലും അറിയാമോ? മട്ടാഞ്ചേരി പാലസിന് ഡച്ച് പാലസ് എന്ന് പേര് വരാൻ കാരണം ഇതാണ്. മട്ടാഞ്ചേരി കൊട്ടാരം അഥവാ ഡച്ച് കൊട്ടാരം കൊച്ചി രാജാക്കന്മാരുടെ വാസസ്ഥലമായിരുന്നു മട്ടാഞ്ചേരി കൊട്ടാരം. പോർച്ചുഗീസുകാർ നിർമ്മിച്ച് കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് 1555 സമ്മാനിച്ച ഈ കൊട്ടാരം 1663 ഡച്ചുകാർ പുതുക്കി പണിതതോടെ അത് ഡച്ച് പാലസ് എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഇന്ന് കൊച്ചിയിലെ രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങളും ഇന്ത്യയിൽ തന്നെ സവിശേഷമായ പല ചുവർ ചിത്രങ്ങളും ഇവിടെയുണ്ട്. ഈ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് മട്ടാഞ്ചേരി ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റി. കാരണം എന്ന് വെച്ചാൽ മട്ടാഞ്ചേരിയുടെ യഥാർത്ഥ ഭംഗി എനിക്ക് അന്ന് കാണാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ അത് ഈ വീഡിയോയിലൂടെ ഞാൻ മാക്സിമം അത് പകർത്തിയിട്ടുണ്ട്. ഈ സ്ട്രീറ്റിലൂടെ ഒരുപാട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ ഞാൻ മട്ടാഞ്ചേരിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഫോർട്ട് കൊച്ചിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രീറ്റിലൂടെയാണ് ഞാൻ വണ്ടി ഓടിച്ച് പോകുന്നത്. ഇപ്പുറത്തെ കയ്യേറ്റത്തെ ഇടന്നാലേ എന്നെ കാണാൻ പറ്റുള്ളൂ. നീ ഒറ്റക്ക് എടുക്കാത്ത ഒറ്റക്ക് എടുക്കാറില്ല ഇവള്. ഗായ്സ്, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മട്ടാഞ്ചേരി മ്യൂസിക് പാലസിലാണ്. ഇത് മട്ടാഞ്ചേരിയിലെ റാണി, യുവറാണി അശ്വിൻ റാണി പോർച്ചുഗീസിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. ദൊറോത്തി മദാമയുടെ അനിയത്തി. മാറ്റിക്കളഞ്ഞ മാറ്റിക്കളഞ്ഞ നീ എടുത്തേക്ക്. നല്ല ബാക്ക്ഗ്രൗണ്ട്. എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എൻ്റെ അടുത്ത്. ഈ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിന്റെ ഒരു സെന്ററിലല്ലേ സ്റ്റേ ചെയ്യണം. അപ്പൊ മട്ടാഞ്ചേരിനെ കുറിച്ച് നിന്നോട് 2 വാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മട്ടാഞ്ചേരിയെ കുറിച്ച്
ചോദിക്കട്ടെ? മട്ടാഞ്ചേരി ഇത് പറഞ്ഞാലെന്താ? അല്ല ഒന്നുകൂടെ മദാമേ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ മട്ടാഞ്ചേരിനെ കുറിച്ചൊരു 2 വാക്ക് പറയാവോ? Sorry, actually I came from Bangalore, so I don't know much more about this place. But you are from? എവിടെയാണ് നിന്റെ സ്ഥലം? Bangalore. ബാംഗ്ലൂർ. വർക്ക് ചെയ്യണ ബാംഗ്ലൂർ. വീട്? മട്ടാഞ്ചേരി പാലസ് മുതൽ പരദേശി സിനഗോഗ് വരെയാണ് ജൂയ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്, അതായത് ജൂതത്തെരുവെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞ പുരാവസ്തുക്കളുടെ ഒരു കലവറ തന്നെയാണ് മട്ടാഞ്ചേരി. ഒരുപാട് ഷോപ്പുകൾ അതുകൊണ്ട് തന്നെയുണ്ട്. പിന്നെ സ്പൈസസ് ഒക്കെ വിൽക്കണ ഒരുപാട് ഷോപ്പുകളുണ്ട്. അതായത് ഈ ജൂയ് സ്ട്രീറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് ഷോപ്പുകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരി ഡ്രസ്സുകളൊക്കെ ഒരുപാട് അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. അതായത് കാശ്മീരികളുടെ ഒരുപാട് ഷോപ്പുകളും അവിടെ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർ മെയിനായിട്ട് നോക്കണമെന്ന് വെച്ചാൽ കാശ്മീരി ഡ്രസ്സ് അവർ സെലക്ട് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. കാശ്മീരി പ്രൊഡക്റ്റ് ഫോറിനേഴ്സിന് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഫോട്ടോ എടുക്കണം കിട്ടും. Ready, 1, 2, 3, start. അങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോ എടുത്ത് വീണ്ടും നമ്മൾ മുൻപോട്ട് നടന്നായിരുന്നു. ഇനി രണ്ടാമത്തെ മട്ടാഞ്ചേരിയിലെ അട്രാക്റ്റീവ് പ്ലേസ് ആണ് പരദേശി സിനഗോഗ്. പരദേശി സിനഗോഗ് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും പഴയ സിനഗോഗാണ്. മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ് 1568 കൊച്ചിയിലെ മലബാർ യഹൂദർ ജനങ്ങളാണ് ഈ സിനഗോഗ് നിർമ്മിച്ചത്. കൊച്ചി ജൂത സിനഗോഗ് എന്നും മട്ടാഞ്ചേരി സിനഗോഗ് എന്നും ഇത് അറിയപ്പെടുന്നു. പഴയ കൊച്ചിയിലെ ജൂത തെരുവ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ സിനഗോഗ്. മട്ടാഞ്ചേരി കൊട്ടാരം അമ്പലത്തിനടുത്ത് കൊച്ചിയിലെ രാജാവായ രാമവർമ്മ ജൂത സമുദായത്തിന് ദാനം നൽകിയ സ്ഥലത്താണ് ഈ സിനഗോഗ് പണിതിരിക്കുന്നത്. അതേപോലെ തന്നെ മട്ടാഞ്ചേരിയിലെ സ്ട്രീറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്ന ഓരോ ബിൽഡിങ്ങുകളും ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളായിരുന്നു. മെയിനായിട്ടെന്ന് വെച്ചാൽ നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. മട്ടാഞ്ചേരിയിലും അതെ, ഫോർട്ട് കൊച്ചിയിലും അതെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെഡ്ഡിങ്ങിനും നമ്മുടെ സേവ് ദി ഡേറ്റ് അതിനൊക്കെ ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി ഒരുപാട് പേരിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് മട്ടാഞ്ചേരി ആൻഡ് ഫോർട്ട് കൊച്ചി. അങ്ങനെ ഒരു ഉച്ച സമയമായി ഇപ്പം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഈവനിങ്ങിലും ഫോർട്ട് കൊച്ചിയിലും സ്പെൻഡ് ചെയ്യാം. അങ്ങനെ നേരിട്ട് നമ്മൾ ഒറ്റ റൂട്ടുകളും ഇവിടുന്ന് മട്ടാഞ്ചേരിയിൽ നിന്ന് നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കായിരിക്കും. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫോർട്ട് കൊച്ചിൻ്റെയും മട്ടാഞ്ചേരിയുടെയും സെൻട്രലായിട്ട് ഒരു കുരിയച്ചൻ്റെ ഒരു പള്ളിയുണ്ട്. ഇതാണ് കുരിയച്ചൻ്റെ ചർച്ച്. മട്ടാഞ്ചേരിയിലെ ഒരു ഫേമസ് ചർച്ച് തന്നെയാണിത്. ഇത് ഭ്രാന്തൻ കുരിയച്ചൻ്റെ പള്ളി എന്നാണ് പലരും പറയണത്. ഇതിനൊരു ചരിത്രമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് 1314 ഭയാനകമായ വെള്ളപ്പൊക്കത്തിൽ കൊച്ചി തുറമുഖം വികസിക്കുകയും തൽഫലം കൊടുങ്ങല്ലൂരിന്റെ പ്രാധാന്യം കുറയുകയും ചെയ്തതോടെ മട്ടാഞ്ചേരിയുടെ ചരിത്രം. കൊടുങ്ങല്ലൂരിൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികൾ കൊച്ചിയിലേക്ക് വന്നു. അവരിൽ പ്രമുഖനായ മാത്തനും കൂട്ടരും കൊച്ചിയിലെ കിഴക്കൻ പ്രദേശത്താണ് താമസിച്ചിരുന്നത്. പിൽക്കാലത്ത് അത് മാത്തഞ്ചേരിയായി മാറി. പിന്നീട് അത് മട്ടാഞ്ചേരി എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെ അവർ കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന കുരിശ് വഴിയോരത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് പോർച്ചുഗീസുകാർ വന്നപ്പോൾ വഴിയോര കുരിശിനെ അവർ പിറാന്തി കുരിശ് എന്ന് വിളിക്കാൻ തുടങ്ങി. പോർച്ചുഗീസ് ഭാഷയിൽ വഴിയോര കുരിശിനെ പിറാന്തി കുരിശ് എന്നാണ് പറയുന്നത്. അങ്ങനെ കാലക്രമേണ ഇവിടെയുള്ളവർ പറഞ്ഞു വന്നപ്പോൾ ഭ്രാന്തൻ കുരിശായി മാറി. അതാണ് ഭ്രാന്തൻ കുരിശിന്റെ സ്റ്റോറി.
നമ്മളെന്താ കഴിക്കാൻ വന്നേനിപ്പ? മന്തി, അറേബ്യൻ മന്തി. കേരളത്തിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക തരം മന്തി കഴിക്കാനാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് അറേബ്യൻ പാലസിൽ. അറേബ്യൻ മന്തി പാലസിലേക്ക് നമ്മൾ കേറാൻ പോകുന്നു. അപ്പോൾ എവിടെ നമ്മുടെ ആൾക്കാർ ഇവിടെ പോയി ഇത് കുടിക്കണേ. സൂപ്പാണ്. എന്തിനാ നമ്മൾ ആഹാരത്തിന് മുമ്പ് സൗണ്ട് കിട്ടുന്ന ആഹാരത്തിന് മുമ്പ് എന്തിനാണ് റെസ്റ്റോറൻറ്റുകാർ നമുക്ക് സൂപ്പ് തരുന്നത്? എല്ലായിടത്തും കൊടുക്കാറുമില്ല. ചില റെസ്റ്റോറൻറ്റുകാർ നമുക്ക് സൂപ്പ് തരുന്നു. എന്തുകൊണ്ട്? ഓക്കെ, അതൊരു കുസൃതി കൊത്തിനാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇത് കാര്യമായിട്ട് എന്താണ് അതിന്റെ റീസൺ? ആ, ഇത് ഞാൻ ചോദിച്ചിട്ട് 1980s ഞാൻ ജനിച്ചിട്ടില്ല. ക്യാമറ തിരിക്കട്ടെ. വെയിറ്റ് പണ്ടുമ്പോ ക്യാമറ സുധിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. സുധി ആൻസർ പറയാം. അതിന് മുമ്പ് നമ്മൾ റെസ്റ്റോറൻറ്റ് സൂപ്പ് തരുന്നത് കൂടുതൽ വിശക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കൊടുത്താൽ കൂടുതൽ വിശക്കും. ഇപ്പം എന്ത് ചെയ്യും? നമ്മൾ ഹോട്ടലിൽ കുറേ ഫുഡ് സൂപ്പ് കുടിക്കുക, കൂടുതൽ ആഹാരം കഴിക്കും. ശരി, ഇത് കളയണോണ്ട് നമുക്ക് വേറെ വിളിച്ചേക്കാം. ജമീറെടുത്തു. ഇതിലൊന്നുമില്ലല്ലോ. നല്ല രസമുണ്ടല്ലേ? അങ്ങനെ ഒരു ഫോട്ടോ എടുത്താണ്. ഇത് മാറ്റി വെച്ചിട്ട് മാറ്റി വീഡിയോ ആണ് നല്ലത്. നമ്മുടെ ഒരു സീരിയലിൽ അഭിനയിക്കണ അല്ലേ? ഉള്ളാലൊരു സംഭവം തന്നെ. വീഡിയോ എന്താണെന്നും മിണ്ടാത്തത്? എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിക്കൊണ്ടിരുന്നൂടെ നിനക്കൊക്കെ? ജ്യൂസ് എവിടെ? ജ്യൂസ് വന്നിട്ടില്ല ഇത്ര നേരമായിട്ട്. ഇത് പൈനാപ്പിൾ. അയ്യേ, റിക്സൻ ഇല്ലടി. പൈനാപ്പിൾ മാങ്കോ ഇടും. ഇതിന് പൈനാപ്പിൾ മാങ്കോ ഉണ്ട് ഇല്ല? മാങ്കോട് ആണ്. ക്ഷമാമ കൊള്ളൂല. പാലിലടിക്കണം. ക്ഷമാമ അടിക്കണം, പാലിലടിക്കണം. ഇവിടുത്തെ മഴയൊക്കെ പറഞ്ഞോളൂ പറയാം. ഇത് ചേർക്കാണ്. മുട്ട മുട്ടി നമ്മുടെ ഫുഡ് അൽഫാം മന്തിയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അവിടെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ലഞ്ചിന്. അപ്പം നല്ല ടേസ്റ്റി ആയിരുന്നു അൽഫാം മന്തി. അപ്പം നമ്മൾ എല്ലാവരും നന്നായിട്ട് ഇരുന്ന് കഴിച്ച്. ഇതല്ലേ നമ്മുടെ അല്ലേ എനിക്ക് ചെറിയ പകുതി എടുക്കോ? നീ പകുതി എടുക്കോ?
എന്തുണ്ടത് കുറച്ചും കൂടി പറഞ്ഞോ. വെള്ളം കൊണ്ട് കടുകും കുരുമുളകും ഇതെന്താ അൺലിമിറ്റഡ് ആണോ? അൺലിമിറ്റഡ് ആണോ? ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ലൈം ഓർഡർ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ലൈമൊക്കെ വന്നായിരുന്നു പെട്ടെന്ന് തന്നെ. എന്നിട്ട് നമുക്ക് പിന്നെയുള്ള പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ ഫോർട്ട് കൊച്ചി പോവുക. അത് മാത്രമായിരുന്നു നമ്മുടെ പ്ലാൻ. ഞങ്ങളുടെ സെലക്ഷൻ അതൊരു ചാണകം കലക്കിയ ഒരു വളമാണ്. ബാക്കി കാണുന്ന ഒരു സീനറി കണ്ട, ട്രീ കണ്ട, ആ ട്രീയുടെ പേരെന്താന്നറിയോ? ഉറക്കം തൂങ്ങി മരം അല്ല, അതിനാണ് ഇല്ല. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് എത്തിച്ചേർന്നായിരുന്നു. ഇതാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ച് ഏരിയ. അവിടെ നോക്കിയപ്പോൾ ഒരുപാട് ആളുകളും അവിടെയും ഉണ്ടായിരുന്നിട്ട് കുറേ പ്രോഗ്രാംസും അന്ന് നടക്കുന്നുണ്ടായിരുന്നു. കൊച്ചിയിലെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് ഫോർട്ട് കൊച്ചി. കേരളത്തിലെ എറണാകുളം ജില്ലയിലുള്ള കൊച്ചി നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് വിനോദസഞ്ചാര കേന്ദ്രമായ ഫോർട്ട് കൊച്ചി. എറണാകുളം നഗര കേന്ദ്രത്തിൽ നിന്നും റോഡ് മാർഗം 12 കിലോമീറ്റർ അകലെയാണിത്. 1 കിലോമീറ്റർ മാത്രമാണ് ഇവിടേക്ക് ജലമാർഗം. കേരള ചരിത്രത്തിന്റെ സുപ്രധാന പങ്ക് ഫോർട്ട് കൊച്ചിക്കുണ്ട്. സാന്റാക്രൂസ് ബസിലിക്ക തുടങ്ങിയ പല വിനോദസഞ്ചാര ആകർഷണങ്ങളും ഫോർട്ട് കൊച്ചിയിലുണ്ട്. സെന്റ് ഫ്രാൻസിസ് പള്ളി അഥവാ വാസ്കോഡ് ഗാമയെ ആദ്യം അടക്കം ചെയ്ത പള്ളി, ഡച്ച് സെമിത്തേരി, ചീനവലകൾ തുടങ്ങിയ പല ചരിത്ര സ്മാരകങ്ങളും ഫോർട്ട് കൊച്ചിയിലുണ്ട്. ഒരുപാട് തദ്ദേശീയരും വിദേശികളുമായ വിനോദസഞ്ചാരികൾ ഫോർട്ട് കൊച്ചി സന്ദർശിക്കുന്നു. ഇന്ത്യൻ നാവികസേനയുടെ ദ്രോണാചാര്യ എന്ന കപ്പൽ ഫോർട്ട് കൊച്ചിയിലാണ് താവളമുറപ്പിച്ചിരിക്കുന്നത്. ഇതാണ് കോവളം ഐസ്ക്രീം. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ്. അപ്പോഴാന്നറിയോ ഓർമ്മയുണ്ട നീ ബീച്ചിൽ വന്നത്, ബീച്ച് ആദ്യമായിട്ട് കണ്ടത്? കടലെന്ന് കേൾക്കുമ്പോൾ എന്താണ് എന്റെ മനസ്സിലാദ്യം? തിരമാല. അതെന്തുകൊണ്ട് നിന്റെ മനസ്സിൽ? ഞാൻ ആദ്യമായിട്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രാജികമ്മയുടെ കൂടെ നിലമ്പൂർ ബീച്ചിൽ പോകുന്നത്. അപ്പൊ തിര എണ്ണിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എത്ര തിര എണ്ണി? 756. പെണ്ണിയൊക്കെ എത്ര ഉണ്ടാവും? എന്തുകൊണ്ടാണ് കടലമ്മ കള്ളിയാണ്?
എന്തുകൊണ്ട് എന്നാല് അന്ന് നീ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ പറഞ്ഞുണ്ട് പിന്നെ അത് നല്ല ഉത്തരവ്. ഇല്ല, കടലമ്മ കള്ളീന്ന് ഞാൻ ചോദിക്കാം. അതിനൊക്കെ ഈ കടലമ്മ കള്ളീന്നും കടലപ്പൻ കള്ളനെന്നും നമ്മൾ എഴുതി വെക്കും. എന്തുകൊണ്ടാ നമ്മള് ചെറുതിലേക്ക് നമ്മൾ എഴുതി വെക്കുമായിരുന്നില്ലേ? അതെന്തുകൊണ്ടാണെന്നാണ് ചോദിക്കണത്. ഞാൻ പറയാം, നമ്മളിപ്പോ കടലിന്റെ സൈഡിൽ പോയി തിരവല്ല അവിടെ എന്തെങ്കിലും സാധനം വെച്ചാൽ കടലമ്മ അത് കടലിലേക്ക് വലിച്ചോണ്ട് പോകും. അപ്പൊ ആൾക്കാർ പറയും കടലമ്മ കട്ടുകൊണ്ട് പോയി. അതുകൊണ്ടാണ് കടലമ്മ കല്ലിന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയൊക്കെ സാധനങ്ങൾ വെച്ചോ ഇപ്പൊ കടൽ ഇറങ്ങിയിരിക്കണേ, കടലില് കേറുമ്പോ ഈ ഭിത്തിയപ്പാടി എടുത്തുകൊണ്ടു പിന്നെയും കൊണ്ടു വേസ്റ്റുകളെല്ലാം കൊണ്ടു വടുതല ഉൾപ്പെടെ കൊണ്ടു. ബീച്ച് ഏരിയയിൽ ഒരുപാട് സ്ട്രീറ്റ് കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ ചെറിയ മോതിരങ്ങളും പെർഫ്യൂംസ്, കുറേ മാലകളും, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓരോന്നൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചായിരുന്നു. ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മോതിരം ഞാൻ എപ്പോഴും വാങ്ങാറുണ്ട്. അപ്പം മെയിനായിട്ട് ഞാൻ മോതിരം വാങ്ങിച്ചായിരുന്നു അവിടെ നിന്ന്. അല്ല, അത് മൈലാഞ്ചി അല്ല. ഏതൊരു മുസ്ലിമിനും അറിയാൻ പറ്റും മൈലാഞ്ചി ചെടി എന്താണ്, എങ്ങനെ ഇരിക്കണം. പക്ഷെ എന്റെ നീ തെറ്റിച്ചല്ലേ ഇത്തരം. ഇത് മൈലാഞ്ചി ഒരിക്കലും ആവൂല. മൈലാഞ്ചിന്റെ അല്ല. സുധ ഇത് വെച്ചോക്കെ, ഇത് വെച്ചോ. നല്ല കൊഴപ്പില്ല. അവന് കുറച്ചുകൂടി നല്ല റിക്സൺ വെച്ചു. റിക്സന്റെ ഫേസിന് കുറച്ചുകൂടെ നല്ല. എന്താ മോളെ എവിടെ ഇരിക്കുന്നത്? മോൾക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലേ? ഇല്ല. വാസ്കോഡ് ഗാമ ചർച്ചിന്റെ പ്രത്യേകത അതായത് no I am asking to Ashlyn Varghese. Yeah, correct. Yeah, because this is the first time I came here and that was a very nice experience with this idiots. And we visited so many, we have gone and got winter camp area. Like there is no price like this. People എനിക്ക് ഷേക്ക് കേട്ടിട്ട് കുറച്ച് ഷേക്ക് ഇതാ. എന്റെ കിറ്റ്
മേഡം നമ്മൾ അവിടെ നിന്ന് ഈവനിങ് ആയപ്പോൾ തന്നെ എല്ലാവരും പിരിഞ്ഞായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും ബൈ ബൈ.